ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് സംസാരിക്കുന്നു. അപ്പൊ 80 ലക്ഷം രൂപ 80 ലക്ഷം രൂപ 80 ലക്ഷം രൂപ റോഡിൽ നിന്ന് വെച്ചു. ഒഴിവ് കേൾക്കും ഞാൻ പറഞ്ഞു കേൾക്ക്. ഞാനാണല്ലോ പൈസ അനുവദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു കേൾക്ക്. MP അനുവദിച്ചു 20 ലക്ഷം രൂപ അനുവദിച്ചു. പറഞ്ഞു കേൾക്ക്. ഞാൻ പറഞ്ഞു കേൾക്ക്. എനിക്ക് മുമ്പ് ഞാൻ പറഞ്ഞു കേൾക്ക്. നിങ്ങളതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. സത്യം അറിയാനാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹളം ഉണ്ടാക്കുന്നവരോട് തർക്കിക്കാൻ ഞാനില്ല. നാട്ടുകാരന് ഈ റോഡ് ഞാൻ ഒരു കാര്യം പറയാം. ഈ റോഡ് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ. ഈ റോഡ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തെ ആളുകൾ. അത് മനസ്സിലാക്കി അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എന്നെ കേട്ടാൽ മതി. അദ്ദേഹം മന്ത്രി വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുറയിൽ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർ കേൾക്കാൻ ആരായിരിക്കാം? ഇവരോട് ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾ കേൾക്കുക. ഇവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്, ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം ഇതറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. 80 ലക്ഷം രൂപ അനുവദിച്ചിട്ട് 3 തവണ ടെൻഡർ ചെയ്തു ഈ റോഡ്. നിങ്ങൾ വിവരാവകാശം കൊടുക്കുക. PC വിശ്വനാഥ് ഈ റോഡിന് പൈസ അനുവദിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം മറുപടി കിട്ടുമല്ലോ. കേക്ക് മൊത്തം കേക്ക്. 3 തവണ ടെൻഡർ ചെയ്തു, ആരും എടുക്കുന്നില്ല. അതുകൊണ്ടല്ല എം പി മാർക്കോ റോഡ് വർക്ക് എടുക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി 80 ലക്ഷം രൂപ അനുവദിച്ചു. 80 ലക്ഷം രൂപ ഏതുകൊണ്ടല്ല, വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് സർക്കാർ പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് വർക്ക് എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഈ റോഡ് മാത്രമല്ല ഞാൻ ഈ കാര്യം ഈ റോഡ് മാത്രമല്ല. അങ്ങനെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒരു കോൺട്രാക്ടർ, നാട്ടുകാരല്ലേ, നിങ്ങൾ ഒരു കോൺട്രാക്ടറെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ആരും എടുക്കാത്തതാണെന്നേ, ആരും എടുക്കുന്നില്ല. നിങ്ങളെന്താ അന്വേഷിക്കാത്ത? അല്ല, നമുക്ക് ഒരു ജനപ്രതിനിധി ഞാൻ പറയട്ടെ, 80 ലക്ഷം രൂപ അനുവദിക്കുന്നതല്ലാതെ എനിക്ക് കോൺട്രാക്ട് എടുക്കാൻ പറ്റുമോ? എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ പ്രഖ്യാപിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ. പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മുമ്പുണ്ട്, ഞാൻ അവരാരും കുറ്റപ്പെടുന്നില്ല, എനിക്ക് മുമ്പുണ്ടായിരുന്ന 25 കൊല്ലം MLA-മാരായിരുന്നവരാരും ഇപ്പൊ വർക്ക് ചെയ്യാത്ത പ്രശ്നം. അവരാരെങ്കിലും പൈസ അനുവദിച്ചായിരുന്നോ? അനുവദിച്ചില്ലല്ലോ. അവരാരും അനുവദിച്ചിട്ടില്ല. ഞാൻ ജയിച്ചതിന് ശേഷം പൈസ അനുവദിച്ചു. തർക്കിക്കാനില്ല. അതുകൊണ്ട് 26-ാം തീയതി വരെ ഇനി മൈക്കിൽ കൂടെ കൂടുതൽ തുക അനുവദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സന്തോഷമായിട്ട് കേട്ടോ. ഇനി കൂടുതൽ തുക അനുവദിച്ചാലാണ് തീരുന്നതെങ്കിൽ അതിപ്പോ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. പെരുമാറ്റച്ചട്ടം കഴിയുമ്പോൾ ആ കാര്യം നമുക്ക് ആലോചിക്കാം. ശരി, ആലോചിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വെച്ചിട്ട് എനിക്കെതിരെ CPM-മാർ പരാതി കൊടുക്കും. ഞാൻ പറഞ്ഞത് ഇത്രയും ശരിയാണ്. MP MLA കൂടെ അനുവദിച്ചത്. MP എങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അനുവദിച്ചത് 80 ലക്ഷം രൂപ.